എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു? എവിടെയായിരിക്കും പ്രവർത്തനം? ഒപ്പം തന്നെ ജില്ലയിൽ സെക്രട്ടറി ആയിരുന്ന ഒരു കാലയളവിലേക്ക് എങ്ങനെയാണ് പ്രവർത്തനം, എങ്ങനെയായിരുന്നു നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു? അല്ല, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ കേന്ദ്രത്തിലായിരുന്നു പ്രവർത്തനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സംസ്ഥാന കേന്ദ്രമായിട്ടുള്ള AK സെൻറ്റർ കേന്ദ്രീകരിച്ച് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിക്കുക. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നല്ലൊരു സമയം തിരുവനന്തപുരത്ത് നിന്ന് ആയിരിക്കും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും പ്രവർത്തനങ്ങളും ആരംഭിക്കണം. അത്രയും വ്യത്യാസമുള്ളൂ. താമസിക്കാണ്ടുണ്ടാവും എത്രയും നേരത്തെ. തൃപ്പൂണിത്തുറ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തൃപ്പൂണിത്തുറ പാർട്ടി പ്രശ്നം ഉണ്ടായി. നിങ്ങൾ ഉദ്ദേശിച്ച് പൂണിത്തുറയായി. പൂണിത്തുറ ഉണ്ടായ പ്രശ്നം വെച്ചാൽ ആ പ്രശ്നം ഞാനിവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്, അതായത് ഒരു പാർട്ടി കമ്മിറ്റിക്കകത്ത് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? കാരണം പാർട്ടി കമ്മിറ്റിക്കകത്ത് 3 തവണ സംഘടന ഉണ്ടായി. സംഘടന പരസ്പരമല്ല, ഒരു കൂട്ടർ വേറൊരു കൂട്ടർ തല്ലി വരും. അവസാനം പിന്നെ പുറത്തിട്ട് തല്ലി. ആ ആളില്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്തല്ല, ഏതെങ്കിലും പാർട്ടിക്കകത്തോ ഏതെങ്കിലും സംഘടനയ്ക്കകത്തോ ഏതെങ്കിലും കൂട്ടായ്മയ്ക്കകത്തോ അല്ലെങ്കിൽ പൊതു മധ്യത്തിലോ അങ്ങനെയുള്ളത് കൊണ്ടു നടക്കാൻ പറ്റും. എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞതെല്ലാം ഓരോരോ നമ്മൾ മാധ്യമ പ്രവർത്തകരും എല്ലാം എടുത്ത് വലിയ വാർത്തയായി കൊടുത്തുകൊണ്ടിരുന്നത് കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മുടെ എറണാകുളം ജില്ലയ്ക്കകത്തുള്ള പാർട്ടിക്കകത്ത് വളരെ യോജിപ്പോടുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള മൂവ്മെൻറ്റായി മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലയ്ക്കകത്തുള്ള പാർട്ടിയുടെ കഴിഞ്ഞ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആൾക്കാർ അറിയാൻ പറ്റും. കഴിഞ്ഞൊരു 10-25 വർഷത്തിൻ്റെ ഇടയ്ക്ക് ജില്ലയിലെ പാർട്ടിക്കകത്ത് വളരെ യോജിപ്പോട് കൂടിയിട്ടുള്ള ഒരു നില വന്നു. അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സംഘടന വളരെ കെട്ടുറപ്പുള്ള സംഘടനയായിട്ട് മാറി. അതിൽ ഒരാളല്ല, എല്ലാവരും യോജിച്ച എല്ലാവരുടെയും സംഭാവന പ്രധാനപ്പെട്ടതാണ്. ആ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടർന്നും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പോകും. ഞാൻ ആദ്യം പറഞ്ഞു നിർത്തിയതാണ്, നമ്മുടെ ജില്ലയ്ക്കകത്ത് സംഘടനാപരമായി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം ഇവിടെ രാഷ്ട്രീയമായൊരു നേട്ടമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം നമ്മുടെ കേരളമാർ ജില്ലയ്ക്കകത്തുള്ള പാർട്ടി മെമ്പർഷിപ്പിലടക്കം ഉള്ള ആൾക്കാർ നടത്തണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ചില കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കുഴപ്പങ്ങളൊക്കെ മുൻപ് അങ്ങ് സെക്രട്ടറി ആകുന്ന സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു. അതിൽ ആരെയും തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ആരെയും തന്നെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി. അത് എങ്ങനെയായിരുന്നു? അത് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പര വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹൈലി പൊളിറ്റിക്കലാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി ഒന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള പാർട്ടിയാണ്. അത് പറഞ്ഞ് വാർത്ത പറയുമ്പോഴത്തേക്ക് ഇതൊന്നും അത്ര അല്ലാന്ന് തോന്നും, പുതിയ ആൾക്കാർക്ക് തോന്നും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ വ്യത്യസ്തമായ പാർട്ടിയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഒരു പുഴയോട് പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുഴയ്ക്കകത്ത് പുഴയുടെ ഒഴുക്കിനനുസരിച്ച് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്കെതിരായിട്ട് വരുന്ന തടസ്സങ്ങൾ തട്ടി നീക്കി അങ്ങ് പോയാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പുഴയുടെ ഒഴുക്കിനെതിരെ നിന്ന പാർട്ടിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യാസം. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് പാർട്ടിയുടെ സംഘടന മറ്റു പാർട്ടികളുടെ സംഘടന വ്യത്യസ്തമായിരിക്കും. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും നല്ല അച്ചടക്കം വേണ്ടി വരും. ആ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുത്തിട്ടുള്ളതാണ്. സ്വയം സന്നദ്ധമായിട്ട് വോളണ്ടറി ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരണത് എന്നോട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് അല്ല ചേരണത്. ഞാൻ ചേരണത് ഞാൻ ഇനി ജനസേവനം നടത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷം ജോലിക്ക് വാദിക്കണത്. ഇനി അതൊന്നും അല്ലാത്ത ആൾക്കാർ, പാവപ്പെട്ട എത്രയോ ആൾക്കാർ കോളേജിൽ നിന്നും കാര്യമായിട്ട് പോയിട്ടില്ലാത്ത ആൾക്കാർ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മർദ്ദനമേറ്റ് മറ്റേ ക്ഷയരോഗം ബാധിച്ച് മരിച്ച ആൾക്കാർ എത്രയുണ്ട്. ഇപ്പോൾ തന്നെ എത്രയോ പാവങ്ങളുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നില വന്നപ്പോഴത്തേക്കും അവിടെ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത്. ആ വന്നതിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന സംഭവമുണ്ട്. സത്യത്തിൽ ഈ പാവങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ പിടിച്ചതിന് ശേഷം പ്രായമായ അച്ഛനന്മാരും ഒക്കെ അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നേക്കുന്നത്? ഏത് പഞ്ചായത്ത് മത്സരം ജയിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ? അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് MLA ആയി പോകുന്നത് വെച്ചിട്ടാണോ? അതുങ്ങളെല്ലാം പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഇന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും മാറ്റം വരുത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അവരങ്ങനെയാണ് മുഖ്യമന്ത്രി കാണുന്നത്, അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി കാണുന്നത്, അങ്ങനെയാണ് അഖിലേന്ത്യാ സെക്രട്ടറി കാണുന്നത്, അങ്ങനെയാണ് എല്ലാ പാർട്ടി നേതാക്കന്മാരെയും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്കകത്ത് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അംശം ചോർന്നു പോയാൽ സംഭവിക്കുന്ന അപകടമാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിൻ്റെ ഒരു എഴുത്തിട്ടുണ്ട്. അത് തിരിച്ച് ആണ് നമ്മൾ ഇപ്പോൾ കേരളത്തിലെ പാർട്ടിക്കകത്ത് നല്ല യോജിപ്പ്
കേരളത്തിലെ പാർട്ടിക്കകത്ത് ഒരു കാരണവശാലും അങ്ങനെ യോജിപ്പില്ലാത്ത സ്ഥിതിശെടുപ്പില്ല. കാരണം അതെല്ലാം ഏകകണ്ഠമായ തീരുമാനമായി. ഇനി ഏതെങ്കിലും 5,67,000 മെമ്പർഷിപ്പാണ് കേരളത്തിലെ പാർട്ടിക്കകത്തുള്ളത്. അതിൽ ഏതെങ്കിലും ഒരാളോ രണ്ടാളോ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് കാര്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പൊതുമാറ്റം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സഹ പിണറായി ഈ നമ്മുടെ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള ആ രേഖ ധരിപ്പിക്കാനുള്ള കാരണം അത് ഓരോ സന്ദർഭത്തിലും വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ആ മാറ്റം കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ആ രേഖ. ആ രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമാണ്. ആ രേഖയ്ക്കകത്ത് രാഷ്ട്രീയമുണ്ട്, ആ രേഖയ്ക്കകത്ത് വികസന കാഴ്ചപ്പാടുമുണ്ട്, ആ രേഖയ്ക്കകത്ത് ഗുഡ് ഗവേണൻസ് ഉണ്ട്. അതാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് കൊല്ലം സമ്മേളനം.